ഹായ്, ഒരു ചെറിയ ബോക്സ്, അതിനുള്ളിൽ ഒരു വലിയ ലോകം. ആ ലോകത്തിൻ്റെ രഹസ്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടെത്താൻ പോകുന്നത്. ഞാൻ മിഥുൻ, നിങ്ങൾ കാണുന്നത് വേൾഡ് സ്കോപ്പ് മലയാളം. ലെറ്റ്സ് ഡീകോഡ് ദ ഡിജിറ്റൽ വേൾഡ്. VPN ഉപയോഗിച്ചാൽ ആരും നിങ്ങളെ ട്രാക്ക് ചെയ്യില്ല. VPN ഉണ്ടെങ്കിൽ 100% സേഫാണ്. പ്രീപെയ്ഡ് ആണ് ഏറ്റവും നല്ലത്. ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ സത്യം എന്താണ്? ഇന്ന് VPN കുറിച്ച് ഏറ്റവും വലിയ മിത്തുകൾ നമുക്ക് പൊളിച്ചെടുക്കാം. എന്താണ് ഈ VPN? ആദ്യം ഒരു ചോദ്യം. VPN എന്നത് വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്നാണ് പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ സുരക്ഷിതമായി എൻക്രിപ്റ്റ് ചെയ്ത് മറ്റു സർവർ വഴി അയക്കുന്ന ഒരു സംവിധാനമാണ് VPN. അതുകൊണ്ട് പബ്ലിക് വൈഫൈ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ സുരക്ഷ ലഭിക്കും. നിങ്ങളുടെ യഥാർത്ഥ IP അഡ്രസ് മാറ്റാൻ സഹായിക്കും. ചില രാജ്യങ്ങളിൽ പൊതുവിലൊക്കെ കണ്ടന്റ് ആക്സസ് ചെയ്യാനും VPN ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, VPN ഒരു മാജിക് ഷീൽഡ് അല്ല. VPN ഉണ്ടെങ്കിൽ ആരും നിങ്ങളെ കണ്ടെത്തില്ല. ഇതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. VPN നിങ്ങളുടെ IP അഡ്രസ് നടക്കും. നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ടിലോ ലോഗിൻ ചെയ്താൽ ആ സർവീസിലൊക്കെ നിങ്ങളെ തിരിച്ചറിയാൻ കഴിയും. കൂടാതെ കുക്കീസ്, ബ്രൗസർ, ഫിംഗർ പ്രിൻ്റ്, ലോഗിൻ വിവരങ്ങൾ എന്നിവയും ട്രാക്കിങ്ങിന് സഹായിക്കും. അതുകൊണ്ട് VPN യൂസിബിൾ എന്നത് തെറ്റാണ്. പക്ഷേ മറ്റൊരു തെറ്റിദ്ധാരണ ഫ്രീ VPN എല്ലാം സേഫാണ് എന്നാണ്. ഇത് ശരിയല്ല. ചില ഫ്രീ VPN ആപ്സ് നിങ്ങളുടെ ഡാറ്റ ശരിക്കും ശേഖരിക്കുന്നുണ്ട്. ആഡ്സ് കാണിക്കും, സ്ലോ സ്പീഡ് നൽകും, ചിലപ്പോൾ നിങ്ങളുടെ വിവരങ്ങൾ തേർഡ് പാർട്ടിക്ക് നൽകുകയും ചെയ്യും. ഇത് വലിയൊരു തെറ്റാണ്. അതുകൊണ്ട് VPN ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് പ്രൈവസി പോളിസി വായിക്കുക. വിശ്വാസമുള്ള സർവീസ് മാത്രം തിരഞ്ഞെടുക്കുക. VPN ഉണ്ടെങ്കിൽ ഹാക്കേഴ്സ് ഒന്നും ചെയ്യില്ല. ഇതും തെറ്റാണ്. VPN നിങ്ങളുടെ ഇൻ്റർനെറ്റ് ട്രാഫിക് എൻക്രിപ്റ്റ് ചെയ്യും. പക്ഷേ നിങ്ങൾ ഫേക്ക് വെബ്സൈറ്റിൽ പാസ്വേഡ് കൊടുത്താൽ, ഫിഷിംഗ് ലിങ്ക് ഓപ്പൺ ചെയ്താൽ, ക്യാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ VPN നിങ്ങളെ രക്ഷിക്കില്ല. കാരണം VPN നിങ്ങളുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കില്ല. ഓൺലൈൻ സേഫ്റ്റി എപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. VPN സ്ലോ ആക്കും. ഇത് പൂർണ്ണമായും തെറ്റല്ല, പക്ഷേ പൂർണ്ണ സത്യമല്ല. VPN ഉപയോഗിക്കുമ്പോൾ ഡാറ്റ മറ്റൊരു വഴി പോകുന്നതിനാൽ ചെറിയ സ്പീഡ് ഡിഫറൻസ് ഉണ്ടാകാം. പക്ഷേ മൂന്ന് VPN ഉപയോഗിച്ചാൽ ഈ വ്യത്യാസം പലപ്പോഴും വളരെ കുറവായിരിക്കും. എപ്പോൾ VPN ഉപയോഗിക്കണം? VPN ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് പബ്ലിക് വൈഫൈ ഉപയോഗിക്കുക, എയർപോർട്ട്, ഹോസ്പിറ്റൽ പോലുള്ള സ്ഥലങ്ങളിൽ പ്രൈവസി ശ്രദ്ധിക്കണമെങ്കിൽ സുരക്ഷിതമായ കണക്ഷൻ ആവശ്യമായപ്പോൾ. പക്ഷേ VPN മാത്രം മതിയാവില്ല. സ്ട്രോങ് പാസ്വേഡ് ഉപയോഗിക്കുക, ടു ഫാക്ടർ ഒതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്യുക, ഫേക്ക് ലിങ്കുകൾ അവോയ്ഡ് ചെയ്യുക, അൺനോൺ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. ഉപയോഗിക്കാൻ യഥാർത്ഥ ഓൺലൈൻ സെക്യൂരിറ്റി. അപ്പോൾ VPN ഒരു മികച്ച പ്രൈവസി ടൂളാണ്. പക്ഷേ അത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമല്ല. VPN ഉപയോഗിക്കൂ, പക്ഷേ അതിനേക്കാൾ പ്രധാനമാണ് നിങ്ങളുടെ അറിവും ജാഗ്രതയും. ടെക്നോളജി ദിവസേന മാറിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ അറിവുള്ളവൻ എപ്പോഴും ഒരുപടി മുന്നിലായിരിക്കും. എൻ്റെ വീഡിയോ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ഞാൻ ഇതിൽ വേൾഡ് സ്കോപ്പ് മലയാളം അവയർ അടുത്ത വീണ്ടും കാണാം. ഗുഡ് ബൈ.